സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, സായം സന്ധ്യയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവ്. പാട്ടുകളാൽ നിന്നെ സ്തുതിക്കട്ടെ കർത്താവ്. ഇത് വലിയ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണം കർത്താവ്. യേശുവൊപ്പം ഞങ്ങൾ കൂടെ ഇരിക്കണം കർത്താവ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എന്നുമേക്ക് വന്നിടും എൻ്റെ പ്രാണനായിക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേക്ക് വന്നിടും എൻ്റെ പ്രാണനായിക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരെ എത്തുമ്പോൾ, ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും എത്ര സുന്ദരി. ഓളമൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. കേദാരി കൂടാരങ്ങൾ ശോളമൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. എന്നും മേഘ വന്നിടും എൻ്റെ പ്രാണനായകേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. താഴ്വരയിൻ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും താമരോ. ശാരോനിലെ പനിനിപ്പൂ മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യപ്പോൾ സൂര്യചന്ദ്രശോഭ. കൊടികളേന്തിയ സൈന്യപ്പോൾ സൂര്യചന്ദ്രശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർക്കാൻ. എന്നും മേഘ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരെ എത്തുമ്പോൾ, ആനന്ദം പ്രഭോ. കണ്ണീരില്ല നാടകി ശോകമില്ല വീടകി, എന്നും വന്നു ചേർത്തിടും പ്രിയ. വീടകൾ എന്നും വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണുവാൻ ആർത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. നിന്നെ കാണുവാൻ ആർത്തിയാൽ താമസം. എന്നും മേഘ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. Praise the Lord. Hallelujah. Amen. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. अभी पंजाबी गीत हम गा रहे हैं. Praise the Lord. Hallelujah. पंजाबी तो झुक के ओ महल बिठौंदा जिदा कोई नहीं, ओनु गल नाल लौंदा रोड़ी तो झुक के ओ महल बिठौंदी, ओनु गल नाल लौंदा. ओदे कदम कदे नहीं डोलदे जेड़ा नच्चा नाच चली. ओदे कदम कदे नहीं डोलदे जेड़ा नच्चा नाच. जिद नाल मोकड़ी कोई जिद गंगा, जिद नाल मोकड़ी गावो सदा गावो सदा. यीशु दी हमदो सना, यीशु दी हमदो सना. यीशु दी हमदो सना, यीशु दी हमदो सना. यीशु पापी ते पर्दा दूधी डिगना नू झुकदा. रहमत यीशु दी डिगना नू झुकदा. तूफाना नो रोकदा सोच के
ഒരു മലയാളം പാട്ടാണ് ഈ പാടാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ കരുണയിൻ സാഗരമേ സാന്ത്വനമായി നടത്താൻ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി അളവെന്നെ പകർന്നിടുക രോഗങ്ങൾ നിന്ന പരിഹാസമേറിടുമ്പോ രോഗങ്ങൾ പീഡകളോ നിന്ന പരിഹാസം വരുളി എന്നെ സാന്ത്വനമായി നടത്താൻ അമിതബലോ മരുളി എന്നെ സാന്ത്വനമായി നടത്താൻ എന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതി ദൈവകൃപയരുളുക താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ എന്റെ പാദങ്ങളിടറിടാതെ ധ്യാനം ചെയ്യുവാൻ നീ വരുമേ അഗ്നിതൂണിൻ പ്രഭയാ ധ്യാനം ചെയ്യുവാൻ നീ വരുമേ കൃപയരുളുക കൃപയരുളുക ഈ ഭൂമിയിലെ യാത്രയതി ദൈവകൃപയരുളുക ഈ ഭൂമിയിലെ യാത്രയതി ദൈവകൃപ എല്ലാ സ്നേഹിതരും വരുകുകിൽ ഉത്തവർ കണ്ടുകയോ എല്ലാ സ്നേഹിതരും വരുകുതിനാഴമതേ ഞാനും നിമഗ്നായി തീർന്നിടുവാൻ കൃപയരുളുക കൃപയരുളുക അളവെന്നെ പകർന്നിടുക ദൈവകൃപയരുളുക ഈ ഭൂമിയിലെ യാത്രയതി ദൈവകൃപയരുളുക പീഡകളോ രോഗങ്ങൾ പീഡകളോ ഇന്ന പരിഹാസമേറിടുമ്പോൾ എന്നെ സ്വാന്തനമായി നടത്താൻ അമിതബലോ മരുളി നടത്താൻ കൃപയരുളുക കൃപയരുളുക അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതി
യാത്രയരുൾക ഈ ഭൂമിയിലെ യാത്രയരുൾക. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യ ഫേസ്ബുക്കിൻ്റെ ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് അടിയനെ സഹായിച്ചു. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഡയറക്ടർ, ഇതിൻ്റെ മറ്റ് അഡ്മിൻസ്, കർത്തദാസന്മാർ, ഇതിൻ്റെ മെമ്പേഴ്സ് എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ അളിയവൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പോകുന്ന വിഷയം സഹിച്ച യേശു, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച യേശു. പ്രിയരെ, ഈ ചിന്തയ്ക്ക് ആധാരമായി ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 5-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറാൽ. ബട്ട് ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്, ഹി വാസ് ബ്രൂയിസ്ഡ് ഫോർ അവർ ഇനിക്വിറ്റീസ്, ദ ചാസ്റ്റിസ്മെന്റ് ഓഫ് അവർ പീസ് വാസ് ആൻഡ് വിത്ത് സ്ട്രൈപ്സ്. പ്രിയരെ, കർത്താവായ യേശുവിനെ കുറിച്ച് ലോകത്തെല്ലായിടത്തും അറിയാത്ത ഒരു സ്ഥലമുണ്ടെന്ന്. ലോകത്ത് വളരെ മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മഹാന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ശ്രീബുദ്ധൻ ജനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വർദ്ധമാന മഹാവീരൻ ജനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചൈനയിൽ കൺഫ്യൂഷ്യസ് ഉണ്ടായിട്ടുണ്ട്, സൗരാഷ്ട്രയിൽ വന്നിട്ടുണ്ട്, സ്ഥാപിത ഫൗണ്ടേഴ്സ് ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. എഴുതി അവരൊക്കെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നിങ്ങൾക്കറിയാമല്ലോ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തി ആയിരുന്നില്ല. തൻ്റെ കൈപ്പടയിൽ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ സുവിശേഷം പോലും ഏതാണ്ട് 30 കിലോമീറ്ററിനുള്ളിൽ മാത്രം അദ്ദേഹം സഞ്ചരിച്ച് പ്രസംഗിച്ചു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഈ മാനവജാതിയെ മാറ്റിമറിക്കാൻ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം അത് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് മത പണ്ഡിതന്മാർ മതം സ്ഥാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ 33 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതവും മരണവും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പുമാണ് വാസ്തവത്തിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ യേശുവിനെ കാണാൻ കഴിയുന്നത്. ഈ യേശു, ഹല്ലേലൂയ, ഈ യേശു അതേ കാൽവറിയിൽ കഷ്ടത സഹൻ ചെയ്തു, നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു എന്നാണ് പഴയ നിയമവും പുതിയ നിയമവും. യെശയ്യാ 53:5 ഞാൻ ഇങ്ങനെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നാം പാപം ചെയ്തു, അതിക്രമങ്ങൾ ചെയ്തു, യേശു മുറിവേറ്റു. അതുപോലെ അകൃത്യ നിമിത്തം, നമ്മുടെ അകൃത്യം, മാനവജാതിയുടെ അകൃത്യ നിമിത്തം അവൻ തകർന്നു. അതുപോലെ തന്നെ യേശു കാൽവരിയിൽ മരിച്ചത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ അവനത് ചുമന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി യേശു കാൽവരിയിൽ, ഹല്ലേലൂയ, ആ കാൽവരിയിൽ കഷ്ടത സഹിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം പ്രിയമുള്ളവരെ, യേശു 3 ശുശ്രൂഷയ്ക്ക് ശേഷം യേശുവിനെ ക്രൂശിച്ചു. 3-ാം ദിവസം അത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. ആ യേശു ഇനി മടങ്ങി വരും എന്നുള്ള ആ ഒരു പ്രത്യാശയിലാണ് പ്രിയമുള്ളവരെ ഹല്ലേലൂയ ലോകം ഇന്ന് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം തൻ്റെ ഒന്ന് സ്മരിക്കണം. ഹല്ലേലൂയ. എന്തിനാണ് കർത്താവ് ക്രൂശിൽ കഷ്ടത അനുഭവിച്ചത്? ഹല്ലേലൂയ. ഒന്ന്, അവൻ നാം ചെയ്ത അതിക്രമങ്ങൾ ചെയ്തപ്പോൾ അവൻ മുറിവേറ്റു. അതുപോലെ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ശിക്ഷയാണ് അവൻ ഏറ്റുവാങ്ങിയത്. പ്രിയമുള്ളവരെ, നാം ഭാരത്താലും പ്രയാസത്തിലായാലും പ്രശ്നത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ കർത്താവ് മുമ്പേ തന്നെ ഹല്ലേലൂയ
അതുകൊണ്ട് നാം ഇനിയും ഹല്ലേലൂയ ഭാരപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 14-34 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എൻ്റെ ഉള്ള പാർത്ത് ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വേദന മാറ്റുവാൻ, മനുഷ്യരാശിയുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ഭാരങ്ങളെ മാറ്റുവാൻ യേശു എന്തെടുത്തു? ഹല്ലേലൂയ, യേശുവിൻ്റെ ഉൾഹിതമായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു എന്തിനാണ് പ്രാണവേദനയിലായത്? യേശു എന്തിനാണ്? ഹല്ലേലൂയ, യേശു ഒരു തെറ്റ് ചെയ്തിട്ടല്ല, യേശു ഒരു രോഗിയായിരുന്നില്ല. ഹല്ലേലൂയ, യേശു നമുക്ക് വേണ്ടി മാനവജാതിയുടെ ഹല്ലേലൂയ ചുട്കാരയ്ക്ക് വേണ്ടി, മാനവാധാനത്തിന് വേണ്ടി, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ രോഗം മാറുന്നതിന് വേണ്ടി ഹല്ലേലൂയ യേശു സ്വയം ഹല്ലേലൂയ കാൽവരിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ചിന്തി എന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എബ്രായർ 13:12 ഇങ്ങനെ വായിക്കുന്നു, ജനത്തെ വിശുദ്ധരാക്കേണ്ടതിന് ഹല്ലേലൂയ നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവും സ്വന്തം രക്തത്തിനാക്കുന്നതിന് വേണ്ടി. ഇതിന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ കാൽവരി മരണം, ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്, ഏദൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ പാപത്തിന്റെ ഫലമായി ദൈവം കൊടുത്ത ശിക്ഷയാണ്. അവൻ ഏദൻ പർദീസ, ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ വെളിയിലാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആദാം ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹ്യൂമൻ ബീയിങ്. പ്രതിനിധിയാണ് പാപം. അതുമൂലം ആ മനുഷ്യജാതി മലിനമായി. മലിനമായ മനുഷ്യജാതിയെ ഹല്ലേലൂയ വേണ്ടി യേശു സ്വയം ദൈവം ഹല്ലേലൂയ മനുഷ്യവേഷം ധരിച്ച് ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗീയ പർദീസ വീണ്ടെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കൃപാസനത്തോട് ഹല്ലേലൂയ അടുത്തു വരാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരു ചോദ്യം ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു എന്തിനാണ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 53:3. യെശയ്യാ പ്രവചനം 53:3 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയാതെ വണ്ണം അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി. ഹല്ലേലൂയ, വ്യസനപാത്രമായി. പ്രിയരെ, ഹല്ലേലൂയ, ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. പബ്ലിക് പ്ലേസിൽ ഡസ്റ്റ്ബിൻ വളരെ ഉണ്ട്. കച്ചടകളും മലിനതകളും ഇടുന്ന സ്ഥലമാണ് ഈ ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത്. ആ ഡസ്റ്റ്ബിൻ ഹല്ലേലൂയ ഒരു കാലത്ത് അത് മനോഹരമായിരുന്നു, നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിരുന്നു. എന്നാൽ അവിടുന്നും ഇവിടുന്നും ആളുകൾ എന്തെടുത്തെന്നറിയാമോ? അതിലേക്ക് കച്ചടകൾ അതിട്ട് അത് നിറച്ചു. ഇപ്പോൾ ഇന്ന് ഹല്ലേലൂയ ആ ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്ത് ആളുകൾ നിൽക്കുവാൻ തയ്യാറല്ല. കാരണം എന്താ? ബദ്ബു, ബാഡ് സ്മെല്ലാണ് കടന്നു വരുന്നത്. ഇന്ന് അതിൽ നിൽക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ആ പാത്രത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് അടച്ചിരിക്കുന്ന ആ മലിനതകളുടെ നിമിത്തമാണ് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് അശുദ്ധമാക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ ആ മുഖം നിങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ? ആ മുഖം ഇന്ന് ഹല്ലേലൂയ ഇന്ന് നിന്ദ്യമായി പരിഹസിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ഹല്ലേലൂയ അതിൻ്റെ ഉത്തരവാദി, അതിൻ്റെ കാരണം മനുഷ്യജാതി, നിങ്ങളും ഞാനുമാണ്. പ്രിയമുള്ളവരെ, 26-27 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം യേശു ഒരു പാപം ചെയ്തിട്ടല്ല. ഹല്ലേലൂയ. ലോകത്തിലെ മഹാപുരോഹിതന്മാർ ആദ്യം സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം പാപത്തിന് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്തിൽ പോകുന്നെങ്കിൽ ഹല്ലേലൂയ തൻ്റെ ജീവൻ കൊടുത്തത് പരമയാഗമായത് താൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടല്ല, താൻ പാപിയായിരുന്നില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഈ യേശുവിനെ ഒന്ന് നോക്കുക. യേശുവിനെ ആരാണ് വ്യസനപാത്രമാക്കിയത്? നാം ചെയ്യേണ്ടത് ചെയ്യാതെ വരുമ്പോൾ ഹല്ലേലൂയ യേശു വ്യസനിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യജാതി ദൈവത്തിൽ നകരുമ്പോൾ
നീ ഞാനും ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ദുഃഖിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വ്യസനിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പലരും ടെൻഷനാണ്, അവർക്ക് വലിയ പ്രശ്നമാണ്, അവർക്ക് ഭാരമാണ്, അവർ ഉറക്കം വരുന്നില്ല. കാരണം എന്താ? ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി അകലുമ്പോൾ അവൻ്റെ ഉറക്കം കെടുകയാണ്, അവൻ്റെ ശാന്തി നഷ്ടപ്പെടുകയാണ്, അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ ടെൻഷൻ കൂടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നാം ദൈവത്തോടൊപ്പം നടക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ നാം ബന്ധം വിച്ഛേദിക്കാൻ ഇടവരാതെ ഹല്ലേലൂയ പ്രിയമുള്ളവരെ നാം ദൈവത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടു കൂടെ നമുക്ക് യാത്ര. ആ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. അവൻ ആശ്വാസപ്രദനാണ്. അവൻ നമുക്ക് ആശ്വാസം തരും. അവൻ നമുക്ക് 33-34 നമ്മൾ വായിക്കുമ്പോൾ അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു. ഹല്ലേലൂയ. തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന യേശു നെടുവീർപ്പിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നെടുവീർപ്പിട്ടു. പ്രിയരെ, നിന്നെ നോക്കി മനസ്സിലായിക്കോ, നിനക്ക് അവിടെ ഒരു വിടുതലുണ്ടെന്ന് നീ മനസ്സിലായിക്കോ. ഹല്ലേലൂയ. യേശു നിന്നെ തേടി കടന്നു വരുന്നു. ഒരു സക്കായി ധരിച്ച് യേശു ഹല്ലേലൂയ സക്കായിയെ കാണത്തില്ല, കയറിയിരുന്നു. എന്നാൽ യേശു അവിടെ കടന്നു വന്നു. യേശു അവിടെ വന്ന് താൻ തന്നെ മുകളോട്ട് നോക്കുകയാണ്. സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ. ഹല്ലേലൂയ. ഒരു വ്യക്തി 38 വർഷക്കാലം ബെഥേസ്ദ കരയിൽ നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ യേശു കടന്നു വരികയാണ്. പ്രിയരെ, യേശു നിന്നെ തേടി കടന്നു വരുന്നു. യേശു നെടുവീർപ്പിട്ടാൽ ഉണ്ട്. പ്രിയമുള്ളവരെ, നിന്റെ മാറാത്ത രോഗം, ഹല്ലേലൂയ, നീ ധരിക്കുന്നത് ഈ ലോകത്തിനൊരു ഒരു ശാന്തിയില്ല, ഈ ലോകത്തിനൊരു നിന്റെ പ്രശ്നം എന്തായിരുന്നാലും ഒരു പക്ഷേ നീ ആരോടും പറയാത്ത പല പ്രശ്നങ്ങൾ നിന്നെ ഭരിക്കുന്നുണ്ടാവാം. നീ പല പ്രശ്നങ്ങൾ നീ പേറിക്കൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിന്റെ യേശു നിനക്ക് വേണ്ടി നെടുവീർപ്പിട്ടാൽ അതിനൊരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടിട്ട് അവന്റെ ചെവിയിൽ വിരലിട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു വിടുതൽ നൽകുന്നവനാണ്. യേശു ആശ്വസിപ്പിക്കുന്നവനാണ്. നീ ലോകത്തിലെ മത നേതാക്കന്മാരുടെ മുമ്പിൽ പോകുന്ന നിനക്ക് കാര്യമില്ല. ലോകത്തിലെ വൈദ്യൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ യേശു നിന്നെ കാണും. ഹല്ലേലൂയ. യേശു നിന്നെ കാണും. യേശു നിന്നെ മനസ്സിലാക്കും. പ്രൈസ്. രക്തസ്രാവമുള്ള സ്ത്രീ, ഹല്ലേലൂയ, ഭയങ്കര ജനക്കൂട്ടമാണ്. അവിടെ ആ സ്ത്രീ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ യേശുവിൻ്റെ ആ സ്ത്രീ ഹല്ലേലൂയ ചുക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കടന്നു വന്നിട്ട് ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. യേശുവിൻ്റെ ശക്തി അവിടെ പകരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശക്തി അത് നമ്മൾ രുചിക്കണം. അത് നമ്മൾ ണ്ട് നിനക്ക് ആശ്വാസമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 11-ാം അധ്യായം 33 നമുക്കൊരു വാക്യം കാണാൻ കഴിയും. കൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. യോഹന്നാൻ 11. യേശു കരയാനുള്ള കാരണം, യേശു നെടുവീർപ്പിടാനുള്ള കാരണം, യേശു ദുഃഖിക്കാനുള്ള കാരണം ആ കരയുന്ന സ്ത്രീയെയും അവിടെ ചുറ്റും നിൽക്കുന്ന അവരുടെ കരച്ചിൽ കണ്ടിട്ടാ. ഹല്ലേലൂയ. നമ്മോട് മനസ്സലിയുന്ന ഒരു കർത്താവ് പ്രിയമുള്ളവരെ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഏത് ഭാരലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ഇവിടെ കരയുകയാണ്. ഹല്ലേലൂയ. ചില ദൈവത്തിൻ്റെ അടുത്ത് പോകുക, അവർ കരച്ചിലുമില്ല, അവരിങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ, അനക്കം പോലുമില്ല. എന്നാൽ എൻ്റെ യേശു അങ്ങനെയല്ല. എൻ്റെ യേശു ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കുകയും കരയുന്നവരോട് കരയുകയും ആണ്. ഹല്ലേലൂയ. അവൻ മനസ്സലിവിൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരും നമുക്കറിയാം, യേശുവിനെ അറിഞ്ഞപ്പോൾ പലരുടെയും വീട് നഷ്ടപ്പെട്ടു, വീട്ടിലെ അവകാശം നഷ്ടപ്പെട്ടു, വീട്ടിലെ മാനം നഷ്ടപ്പെട്ടു, പലരും വീട്ടിൽ നിന്ന് വെളിയിലാക്കപ്പെട്ടു. ഹാലും ഒറ്റപ്പെടും നീ അനുഭവിക്കും. നീ മനസ്സിലായിക്കോ, നിന്നെ അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ കാണുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്, നിന്നെ മനസ്സിലാക്കി. നിന്ന വരട്ടെ, അപമാനം വരട്ടെ, പ്രയാസം വരട്ടെ, ദുഃഖം വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കാൽവരി ക്രൂശിൽ നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയരെ, യേശുവിന് ലോകം എന്താ നൽകിയെന്നറിയാമോ? ക്രൂശാണ് നൽകിയത്. ഹല്ലേലൂയ. അവനെ ആരും 66 അവനെ ആദ്യം ന്യായാധിപ സംഘത്തിലാണ് നിർത്തിയത്. ലൂക്കോസ് 23:8 നമ്മൾ കാണുന്നു, അവനെ ഹെരോദാവിന്റെ കോടതിയിൽ നിർത്തി. 3:1 പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തി. 3 സ്ഥലത്ത് യേശുവിനെ വിസ്തരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപികളോട് ബന്ധമില്ലാത്ത എന്റെ യേശുവിനെ ഹല്ലേലൂയ 3 കോടതിയിൽ ഈ ലോകക്കാർ അവിടെ അതേ ന്യായം വിധിക്കുന്ന നമ്മുടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം
അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. പീലാത്തോസ് പുരുഷാസനെ അവർക്ക് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനെ. ഹല്ലേലൂയ. കാരണം എന്താ? ബർബാസിനെ കൊടുത്ത് ആ ജനത്തെ തൃപ്തിപ്പെടുത്താനാണ് പീലാത്തോസ് ശ്രമിച്ചത്. ഹല്ലേലൂയ. പലരും അങ്ങനെ സന്തോഷിപ്പിക്കുകയും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അവനവൻ്റെ ആ വ്യക്തിയെ യേശുവിനെ തള്ളിക്കളയുന്ന അനുഭവമാണ് പലരുടെയും ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ വരരുതേ സുഹൃത്തെ. ഹല്ലേലൂയ. അങ്ങനെ വരരുതേ സഹോദര സഹോദരി. ഹല്ലേലൂയ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും യേശുവിന് മുഖ്യസ്ഥാനം കൊടുക്കുകയും യേശുവിനെ പത്രോസ് 3 വട്ടമാണ് ഹല്ലേലൂയ തള്ളി പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചെറിയ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവിനെ അവർ അറിയുന്നു. മർക്കോസ് 15:15 ഹല്ലേലൂയ ആദ്യമായിട്ട് പീലാത്തോസ് ചമ്മട്ടി കൊണ്ട് അടിപ്പിക്കാൻ ഹല്ലേലൂയ നിർദ്ദേശിക്കുകയാണ്. 15:17 രക്താംബരം അവനെ ധരിപ്പിച്ചു. 15 വെച്ചു. ഹല്ലേലൂയ. മർക്കോസ് 15:19 നാം കാണുന്നു കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു. 15:19 അവനെ തുപ്പി. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനെ തുപ്പി അവൻ്റെ മുഖം വികൃതമാക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താല്പര്യമില്ലാത്തവൻ നീ ദൈവമെങ്കിൽ തന്നെത്താൻ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നിന്നെ രക്ഷിക്ക്. ഹല്ലേലൂയ. ആരൊക്കെയാ കളിയാക്കുന്നറിയ? വഴിപോക്കർ, പടയാളികൾ, സേവകർ, അവരൊക്കെ യേശുവിനെ ഹല്ലേലൂയ നിന്ദിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് അവിടെ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നിന്റെ യേശു നിന്ദിക്കപ്പെടുമ്പോൾ, നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ അവിടെ നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആശ്വാസം പ്രാപിക്കണം. നീ ഇന്ന് അനുഭവിക്കുന്ന നിന്ദകളും നിന്റെ അപമാനങ്ങളും അത് സാരമില്ല എന്നെണ്ണണം. അതിനേക്കാൾ എത്രയോ അനേക പടി ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നിന്നെ അനുഭവിച്ചു. ഞാനൊരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം 19-20 വായിക്കുമ്പോൾ അവിടെ ഇതാ തൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മക്കളില്ല. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹോദരി ഹല്ലേലൂയ പെനീന എന്ന് പറയുന്ന സഹോദരി എപ്പോഴും നിന്ദിക്കുകയും അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്തു. നിനക്ക് മക്കളില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്നാൽ ഒരു പുത്രനെ എങ്ങനെയെങ്കിലും ലഭിക്കണമെന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ മഹാപുരോഹിതൻ പോലും തനിക്ക് സപ്പോർട്ടില്ല. മഹാപുരോഹിതനും തന്നെ ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ്. പുത്രനെ ആഗ്രഹിച്ച ഹല്ലേലൂയ ഹന്നായ്ക്ക് എന്താണ് ദൈവം കൊടുത്തറിയാമോ? 4 പുത്രന്മാർ. ഹല്ലേലൂയ. പ്രിയരെ, നിന്റെ ഇന്നത്തെ ഈ നിന്ന് അനുഭവിക്കുന്ന നിന്റെ ഈ കഷ്ടം, നിന്റെ ഈ അപമാനം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് അനുഭവിക്കുന്നു നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. നീ സ്വന്തം സാരം യേശു അപമാനിക്കപ്പെട്ടു കാൽവരി ക്രൂശിൽ. മർക്കോസ് 15:17 നമ്മൾ വായിക്കുമ്പോൾ അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം ഹല്ലേലൂയ അവനെ ചൂടിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ ആ രൂപം, നമ്മുടെ കർത്താവിൻ്റെ കിരീടം സ്വർണം കൊണ്ടുള്ള കിരീടമാണ് കർത്താവ് ധരിക്കേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ആ കിരീടത്തിന്റെ സ്ഥാനത്ത് ഹല്ലേലൂയ ലോകം ചെയ്തെന്തെന്നറിയാമോ? മുൾക്കിരീടമാണ്. വിഷയം, അവന്റെ സ്വന്തം വസ്ത്രം നീക്കി രക്താംബരം ധരിപ്പിച്ചു. ഹല്ലേലൂയ. 3-ാമത്തെ അപമാനം എന്ത്? മുഖം, സൂര്യ തേജസ്സുള്ള മുഖം. പ്രൈസ് ദി ലോർഡ്. സൂര്യ തേജസ്സുള്ള മുഖം. ആ മുഖം ആ യഹൂദന്മാർ, ആ സൈനികർ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാതി രാജാവാകുക കർത്താവ് ഇപ്പോൾ അപരാധിയായി, തെറ്റുകാരനായി ലോകത്തിന് മുമ്പിൽ, കോടതിക്ക് മുമ്പിൽ കയറി ഇറങ്ങി നിൽക്കുന്ന, അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു തെറ്റുകാരനായി, കുറ്റക്കാരനായി, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവരിങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, യഹൂദന്മാർ എന്ന് പറഞ്ഞ് വാദിച്ചു, കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി മുട്ടുകുത്തി അവനെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ എന്നെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് യേശു നമ്മൾ കാൽവരിയിൽ സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. നിന്റെ എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് പ്രിയമുള്ളവർ. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ ഓരോന്നോരോന്നായിട്ട് കർത്താവ് സഹിക്കുകയാണ്. ഹല്ലേലൂയ. മർക്കോസ് 15:29 നമ്മളിങ്ങനെ വായിക്കും, കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട്
ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവരെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്നിറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം 13 മുതൽ 17 വരെ വായി. ഈ കർത്താവിന്റെ രൂപം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ഹല്ലേലൂയ. അവന്റെ കണ്ണ് അഗ്നിജാല പോലെ ഉള്ളത്. ഹല്ലേലൂയ. അവന്റെ ശബ്ദം ഹല്ലേലൂയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. വെള്ള പഞ്ഞി പോലെയാ, ഹിമം പോലെയാണ്. ഹല്ലേലൂയ. അതാണ് ഈ കർത്താവിൻ്റെ രൂപം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇതൊന്നും മനസ്സിലാക്കാതെ ആളുകൾ എന്തോ യേശുവിനെ നോക്കി യേശുവിനെ ഹല്ലേലൂയ കളിയാക്കി. യേശുവിനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 41, 42 നമുക്ക് വായിക്കാം. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശുവിൻ്റെ ദൈവത്വത്തെയും യേശുവിൻ്റെ രാജത്വത്തെയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, നാം നിന്ന കേൾക്കുമ്പോൾ, നീ നിന്ന് അപമാനമേൽക്കും. ലോകം നിന്ദിക്കും, ലോകം നിന്നെ പരിഹസിക്കും, ലോകം നിന്നെ അപമാനിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് നിനക്ക് വേണ്ടി നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നിന്ന ഏൽക്കുമ്പോൾ, അപമാനം ഏൽക്കുമ്പോൾ, പരിഹാസം ഏൽക്കുമ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? പ്രാവുകളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എന്റെ യേശുവിന്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ പ്രിയമുള്ളവരെ, നിനക്ക് പ്രകാശം ലഭിക്കും, നിനക്കൊരു ചുട്കാര ലഭിക്കും, നിനക്കൊരു വിടുതൽ ലഭിക്കും, നിനക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ കർത്താവിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഞാനൊരു പാട്ടിൽ 4 ലൈൻ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാൽവരി നമുക്ക് നോക്കാം. കാൽവരിയാമലാമുകളിൽ ദേവകുമാരനന്ദ പേർക്കായി തൂങ്ങിടും നിതാ. ദേവകുമാരനന്ദ പേർക്കായി തൂങ്ങിടും ഹോ. ദേവകുമാരനന്ദ തൂങ്ങിടും നിതാ. ദേവകുമാരനന്ദ പേർക്കായി തൂങ്ങിടും നിതാ. പാപയാഗമാറ്റു വീണുതിർന്നു നിണം. പാപയാഗമാ കൃഷിതണ്ടം ആ സകലം ഏഴയ്ക്കായഹോ. ഏഴയ്ക്കായഹോ. കാൽവരിയാമലാമുകളിൽ കാൺമതെന്തോ. കാൽവരിയാമലാമുകളിൽ കാൺമതെന്തോ. ദേവകുമാരനിതാ. ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടും നിതാ. ഇറ്റിറ്റു വീണുതിർന്നു നിനം. പാപയാഗമായി ക്രൂശിതണ്ടകം ആ സകലം ഏഴയ്ക്കായഹോ. ക്രൂശിതണ്ടകം ആ സകലം ഏഴയ്ക്കായഹോ. ക്രൂശിതണ്ടകം ആ സകലോ. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പോൾ നീ തന്ന വചനം കേൾപ്പിക്കുവാൻ കർത്താവിനെ ഹല്ലേലൂയ കേൾപ്പിക്കാൻ നീ സഹായിച്ചു. കർത്താവ് വിശേഷിച്ച് ഗ്രൂപ്പിനായി പ്രാർത്ഥി. അനേക മെമ്പേഴ്സ് കൂടട്ടെ കർത്താവ്. ഡയറക്ടറെ പ്രത്യേകം ഓർക്കുന്നു, മറ്റ് മെമ്പേഴ്സിനെ ഓർക്കുന്നു, മറ്റ് പാസ്റ്റർമാരെ ഓർക്കുന്നു. കർത്താവ് ഈ വചനം കേൾപ്പിക്കുന്ന നാമത്തിൽ തന്നെ ആമേൻ.